ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പാലും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഹോം മെയ്ഡായിട്ട് നല്ല ടേസ്റ്റുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല, പാലും പഞ്ചസാരയും മാത്രം മതി. ടേസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല വൈറ്റ് ചോക്ലേറ്റിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിന് കിട്ടും. നമുക്ക് പുറത്ത് പോയിട്ട് വിപ്പിംഗ് ക്രീം മേടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം പാലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതൊന്ന് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാലിന് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് നല്ല പോലെ തന്നെ പിരിഞ്ഞ് കിട്ടും. നമുക്കിത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫുൾ ഫാറ്റുള്ള മിൽക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. വീടുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലാണെങ്കിൽ നല്ല ഫാറ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലും കിട്ടും. ഇതിപ്പോൾ ഇത് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അരിച്ചെടുക്കാം. നമുക്കിനി ഇതുപോലത്തെ അരിപ്പയെ കൂടി ഇത് അരിച്ചെടുക്കാം. അരിച്ച് കിട്ടുമ്പം വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് മോരുകറി വെക്കുമ്പോഴോ അതല്ലെങ്കിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോഴൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് വിടാം. ആ വിനാഗിരിയുടെ പുളിപ്പിരസം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇതിനി നല്ലപോലെ ഡ്രൈ ആക്കി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറിലാണല്ലോ ഇത് കിട്ടണ്ടേ. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഇരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇപ്പം കണ്ട നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒരു 3-4 മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് നമുക്കിത് നല്ല സ്റ്റിഫായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഇത്രയും ഈ 1/2 ലിറ്റർ പാലിന് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ കുറേ അധികം സമയം തന്നെ നമുക്ക് ഈ ക്രീം സ്റ്റിഫായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചൊരു 4 മണിക്കൂർ സെറ്റായതിനു ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് ഒന്നും കൂടെ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഇത് അടിച്ചിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലെടുത്തുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കുറവ് കിട്ടിയിട്ടുള്ളത്. 1 ലിറ്റർ പാലൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈനൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു 1/2 കിലോ കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും ഈ രീതിയിലാണെങ്കിൽ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ആ ക്രീമാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കൂടിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നോസിലിട്ട് ഫ്ലവർ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പം കണ്ടോ, പാലും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പി വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.